ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ മാജിക് ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബീൻ ബാഗാണ്. ഒരു മിനി ബീൻ ബാഗാണിന്ന് ചെയ്യാം. സെവൻ ഇഞ്ച് നീളത്തിലും 14 ഇഞ്ച് വീതിയിലുമുള്ള ഒരു കഷ്ണം തുണിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ ഒരു വലിയത് ചെയ്തിരുന്നു. അത് പിന്നെ ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് കിട്ടി. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഒരു ചെറുത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാ ഇങ്ങനെ ഒരു പീസ് കഷ്ണം എടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ 7 ഇഞ്ച് നീളത്തിലും അതുപോലെ തന്നെ 14 ഇഞ്ച് വീതിയിലും ഉള്ള ഒരു തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ രണ്ടായിട്ട് മടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടായിട്ട് മടക്കുമ്പോൾ 7 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുമാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു 1.25 ഇഞ്ച് മുകളിൽ അങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരു 1.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് മുകളിലേക്ക് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇപ്പുറത്തോട്ട് വന്നിട്ട് അതുപോലെ തന്നെ മറ്റേ ലൈനുമായിട്ട് കൂട്ടിമുട്ടുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്തിച്ച് കൊടുക്കുക. നമ്മുടെ ബീൻ ബാഗിൻ്റെ മുകൾ വശമാണ് ഇങ്ങനെ ഈ ഭാഗം വരുന്നത്. നമുക്കൊന്നൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മൾ ഇതിലും നീളം കൂടിയ തുണിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്ക് ചെയ്യുന്ന ഭാഗം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കൂട്ടണം. അതായത് ഒരു 1/4 ഭാഗത്തോളം, മുകളിൽ നിന്ന് 1/4 ഇഞ്ച് ഭാഗത്തോളം നമ്മൾ മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇതിങ്ങനെ ഈ തുണി എടുത്തിട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ബീൻ ബാഗിൻ്റെ അടിവശം നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടുന്ന് ഒരു 1 ഇഞ്ച്, അതായത് ഇനിയിപ്പോൾ വലുതാണെങ്കിൽ ഒരു 5 ഇഞ്ചോളം വേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കർവായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഈ അടിവശത്തുനിന്ന് കാണിച്ചു തരാം. അത് ഇതിലിങ്ങനെ വന്നിട്ട് മേലോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇതാ ഇവിടുന്ന് താഴത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവരിക, സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ആക്കിയിടണം, നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല, കാരണം എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് പണി മുടക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന് വീണതാണ്. നമുക്ക് തൽക്കാലത്തൊന്ന് സ്റ്റാപ്പിൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാപ്പിലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സൈഡാണ് ഇതിൻ്റെ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. അതായത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് നിറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുള്ള ഭാഗം ഈ ഒരു മുകൾ വശത്ത് ഈ ചരിച്ച് വരഞ്ഞതാണ്. ഇനി നമുക്ക് അടിവശത്ത് ഇങ്ങനെ ഈ ഒരു നമ്മൾ കർവാക്കി വെട്ടിയില്ല, അതിൻ്റെ ഒരു ഇങ്ങനെ വെച്ചതിന് ശേഷം ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. സ്റ്റാപ്പിൽ ചെയ്തിട്ടൊന്ന് കൊടുക്കാം. ഇതിനുള്ളിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഓപ്പൺ ആക്കിയിട്ടുള്ള ഈ ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട്
ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ കുഞ്ഞു ബീൻ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ വലത് ചെയ്ത അതേ സെയിം പ്രൊസീജിയർ വെച്ചിട്ട് തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഷേപ്പൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിലും ഒക്കെ നമുക്ക് ബീൻ ബാഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.